our new video. ഇന്നെന്താണെന്ന് വെച്ചാൽ വർക്കല ഇനി കുറച്ച് നമ്മൾ വർക്കല ട്രിപ്പ് പോവാണ്. ഇനി കുറച്ച് ദിവസം വർക്കല ആയിരിക്കും. ഇത് ഡേ 1 ആണ്. ഇതിൽ കുറേ വീഡിയോസ് വരും കേട്ടോ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വർക്കല പോകുന്നത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഇതിന് മുന്നേ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. സോ നമുക്ക് വണ്ടിക്കകത്ത് കയറാം. പിന്നെ ഇന്നത്തെ റൂട്ടെന്താ? നമ്മള് പാലക്കാട്, തൃശ്ശൂര്, അങ്കമാലി, പാല, മൂവാറ്റുപുഴ, പാല, വർക്കല. അങ്ങനെ. സോ ഗൈസ്, നമ്മള് പാലക്കാട്, തൃശ്ശൂര്, അങ്കമാലി, മൂവാറ്റുപുഴ, പാല, വർക്കല, അതാണ് ഗൈസ് നമ്മുടെ റൂട്ട്. 8 മണിക്കൂർ എടുക്കുന്നതാണ് ഒരു ഇത്. പക്ഷെ നമ്മളറിയാലോ ഇതിലെ നമ്മൾ അത്രയൊന്നും എടുക്കൂല. കൂടി പോയ വീഡിയോക്ക് ഒരു 30 മണിക്കൂർ ലെങ്ത് ഉണ്ടാവും. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ ഗൈസ് യാത്ര? നമുക്കപ്പോൾ യാത്രയിലോട്ട് പോവാം. 11:09 ഗൈസ് പാലക്കാടെത്തി. ഗൈസ്, ഇതാണ് ഇതിഹാസിന്റെ യാർഡ് ഗൈസ്. ഇതിഹാസ് യാർഡ്. യാർഡ് കണ്ടില്ല, വണ്ടി കണ്ടില്ല. നമുക്കിവിടെ നിർത്താം ഗൈസ്. അപ്പോൾ ഇതിഹാസാണ് നമ്മൾക്ക് കാണിച്ചത്. ഇതിഹാസിന്റെ ബസ്സുകൾ. ടോൾ പ്ലാസ അല്ലേ? ഇത് ബോയ്സ് ഓറിയാണ്. സമയം 11:47 ആയപ്പോൾ നമ്മൾ പന്നിങ്കര ടോൾ പ്ലാസ എത്തി. ഇവിടെ എത്ര രൂപ ആയിരിക്കും നമ്മുടെ വണ്ടിക്ക്? 60 ഇത് അല്ലെങ്കിൽ വോയിസ് ഓവർ ചെയ്യണ്ട. നമ്മള് പന്നിങ്കര ടോൾ പ്ലാസ എത്തി. നമ്മളങ്ങനെ പന്നിങ്കര ടോൾ പ്ലാസ കഴിഞ്ഞേക്കാണ്. ഇനി നമ്മൾ കാണാൻ പോണത് കുറച്ച് വോയിസ് ഓവർ ആണ്. ഇനി നമുക്കൊരു ടീ ബ്രേക്ക് ഉണ്ട്. അപ്പൊ നമുക്കൊരു ചായക്കട കണ്ടുപിടിച്ചിട്ട് കാണാം ഗൈസ്. ഇപ്പൊ നമ്മള് കുതിരാനെത്താറായിട്ടുണ്ട്. കുതിരാനെത്തുന്നതിന് മുന്നേ കുറച്ചുകൂടി ഉള്ളൂ. ഇനി ബ്യൂട്ടിഫുൾ ആയ മഴ കാണുന്നുണ്ടോ ഗൈസ്? ഒത്ര ഭംഗിയല്ലേ? നമ്മളെ വിഴുങ്ങാൻ പോവുകയാണ്. സോ ഗൈസ്, നമ്മളെ വിഴുങ്ങാൻ പോവാണ്. യെസ് ഗൈസ്, മുന്നിൽ 3 2 നിങ്ങൾ കൗണ്ട് ഔട്ട് ചെയ്തോ ഗൈസ്. 3 5 4 3 നീ പറയല്ലേ? 3 2 1 ഗൈസ്, നമ്മളങ്ങനെ കുതിരയാൻ തുരങ്കം എത്തിയിട്ടുണ്ട്. ഇവിടല്ലേ? സോ ഗൈസ്, ഇവിടെ എനിക്കൊരു നല്ല ചായക്കട അറിയാം. അവിടെ നിർത്തല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ അടിപൊളി ചായക്കട എനിക്കറിയാം. സോ ഗൈസ്, സോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക എത്ര പേര് കുതിരയാന്റെ അകത്ത് കൂടി പോയിട്ടുണ്ടെന്ന്. സോ നിങ്ങൾ കുതിരയാന്റെ അകത്ത് കൂടി എത്ര വട്ടം പോയിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യുക. സോ നമുക്ക് ഇവിടെ ഒരു അടുത്തൊരു ചായക്കട എത്തിയിട്ട് കാണാം. ശരി, നമ്മളെ മുന്നിലൊരു ബ്രിഡ്ജ് ഉണ്ട്. അതാണ് അക്യുഡേറ്റ് പാലം. ഇതാണ് അക്യുഡേറ്റ് പാലം ഗൈസ്. എത്ര ഭംഗിയല്ലേ തൃശ്ശൂര്. നമ്മൾ അക്യുഡേറ്റ് പാലവും കഴിഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മളിതാ പാലക്കാട് ടോൾ പ്ലാസ എത്തിയിരിക്കുകയാണ്. അടുത്ത ടോൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ 70 ഓ 70
500 രൂപയൊക്കെ വാങ്ങുമല്ലോ. വണ്ടികളുടെ വലിപ്പത്തിനനുസരിച്ചാണോ ഇവിടെ? വാട്സപ്പ് അല്ല, ഫേസ്ബുക്ക് ആണ്. ഫേസ്ബുക്ക് എല്ലാം ഉണ്ട്. ഈ ടോൾ പ്ലാസയിലെ വണ്ടികൾക്കെല്ലാം അതിന്റെ വലിപ്പം അനുസരിച്ചിട്ടാണോ എടുക്കുന്നത്? ഇവിടെ തിരക്കുണ്ടോ? വെൽക്കം ടു ടോൾ പ്ലാസ. വെൽക്കം ടു ടോൾ പ്ലാസ. അവിടെ കൊടുത്തൂടെ മാലിക്കര ടോൾ പ്ലാസ? സമയം 12:15. ഞങ്ങൾക്ക് ഇതുവരെ ഒരു ചായക്കട പോലും ഇപ്പൊ ഒരു ശബരിമല എഡിഷൻ KSRTC പോയിരുന്നു. ഇതുവരെ നമുക്കൊരു ടീ ബ്രേക്ക് എന്ന് പറയാൻ ഒരു കാട്ടായി കൂടെ ഇല്ല. ഉണ്ട്. സോ ഗൈസ് ഇപ്പൊ 12:24 നമുക്ക് അതിനൊരു ചായ ബ്രേക്കിലുള്ള കട കിട്ടിയിരിക്കുന്നു ഗൈസ്. ഫൈനലി ഒന്ന് കിട്ടി. ഇപ്പൊ 12:24 ഗൈസ്. അപ്പൊ 12 എന്റെ വിനുവായി തപ്പിയാൽ എന്തും കിട്ടും. വിനു നമ്പി വണ്ടിയിലിരിക്കും. അതല്ലേ ഇപ്പൊ സമയം 1:06. ഇപ്പൊ നമ്മൾ അങ്കമാലി എത്തിയിട്ടുണ്ട്. ഇനി വർക്കലേക്ക് 220 കിലോമീറ്റർ കൂടി ഉണ്ട്. സോ നമുക്കിനി നമുക്കിനി ആലുവ എത്തിയിട്ട് കാണാം. പോകുന്നത് ആലുവ പുഴ. നിങ്ങൾ ആ പാട്ട് ഇട്ടിട്ടുണ്ടോ? ആലുവ പുഴയുടെ തീരത്ത്. സോ ഗൈസ് അതൊക്കെ ഫേവറേറ്റ് പാട്ടായിരുന്നു. അപ്പൊ ആലുവ പുഴ ഇതാണ്ടോ സോ ഗൈസ് അപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫൈനലി നമ്മൾ ആലുവ എത്തിയിരിക്കണ്. കാലടി എത്തിയിട്ടുണ്ട് ഗൈസ്. സോ ഗൈസ് ഞങ്ങള് ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ചാനൽ സബ് ചെയ്യുക. ഇത് ഈ വീഡിയോ ലൈക്ക്. ഗൈസ് ഇനി ഇവിടുന്ന് എത്ര ദൂരമുണ്ട് വർക്കലയ്ക്ക് എത്ര ദൂരമുണ്ട്? സോ ഗൈസ് ഇനിയും 190 കിലോമീറ്റേഴ്സ് പോവാനുണ്ട്. എന്നാലും കുറച്ചൊക്കെ കുറഞ്ഞൂലേ? സോ ഗൈസ് അപ്പൊ നമുക്കിനി നമ്മളങ്ങനെ പെരുമ്പാവൂർ എത്താറായി. സോ ഗൈസ് നിങ്ങൾക്ക് ഇനി വർക്കല പോണെങ്കിൽ കോട്ടയം പാല വഴി ഗൈസ് നിങ്ങൾക്ക് പോവാം. അതാണ് ഏറ്റവും നല്ല റൂട്ട്. ഓക്കെ നമുക്കപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഇപ്പോൾ സമയത്ര 1:38. ഫുഡൊക്കെ കഴിക്കാൻ നിർത്തണം ഗൈസ്. സോ നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ ഗൈസ് ബില്ല് എത്രയാണെന്ന് അറിയോ ഗൈസ്? 840 രൂപ. ഇപ്പോൾ നമ്മൾ പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട്. ഓക്കെ ഇനി പെരുമ്പാവൂർ മൂവാറ്റുപുഴ പോകണം. നമുക്കിനി അടുത്ത ലക്ഷ്യം മൂവാറ്റുപുഴയാണ്. സോ നമ്മൾ കഴിച്ചത് 2 ഫ്രൈഡ് റൈസ്, 1 ചിക്കൻ ബിരിയാണി. അതൊക്കെയാണ് ഗൈസ് നമ്മളിന്ന് കഴിച്ചത്. പിന്നെ ഒരു അൽഫാം. സോ ഗൈസ് പെരുമ്പാവൂരിലും മാവേലിബ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത്. നല്ല ഫുഡായിരുന്നു. താങ്ക് യു. നിങ്ങൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. അത്രയൊക്കെയുള്ളൂ പ്രത്യേകിച്ച്. സോ ഗൈസ് പുറത്ത് നല്ല മഴയാണ്. മഴ മുന്നേ പ്രതീക്ഷിച്ചതായിരുന്നു. പിന്നെ എനിക്കൊരാഗ്രഹമായിരുന്നു മഴ വരണമെന്ന്. സോ നിങ്ങൾക്ക് എത്ര പേർക്ക് മഴ ഇഷ്ടമാണെന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കമൻറ്റ്സ് ഓളായ വേണ്ടിയിട്ടോ ഗൈസ്. എന്തായാലും കമൻറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. കമൻറ്റ്സ് ഓളാണെങ്കിൽ ഗൈസ്. സോ ഗൈസ് നമ്മളങ്ങനെ പെരുമ്പാവൂർന്ന് അവിടെ യാത്ര തുടങ്ങാണ്. ഇനി എത്ര ദൂരം പോയിട്ടുണ്ട് നമുക്ക്? സോ ഗൈസ് ഇനി 184 കിലോമീറ്റർ 5 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? എത്ര? സോ നമ്മള് പ്രത്യേകിച്ചൊന്നും പറയില്ല, നേരെ പോയേക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതുവരെ പെയ്യാത്ത മഴയാണ്. ഇത്ര നേരം ഒരു മഴയും ഉണ്ടായിരുന്നില്ല. ഇതുവരെ കാണാത്ത മഴയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ കുറച്ച് കുറഞ്ഞോ? വലിയ മഴ. ഞാൻ നല്ല
ശബരിയില്ലേ ഒറ്റ ശക്തിയിൽ പെയ്ത മഴയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഇപ്പൊ ഉറച്ചു വീണാണ് അതുപോലെ ഉറച്ചു പെയ്യാണ് മഴ. കോട്ടയത്ത് കാണാം. ഇപ്പൊ സമയം 4:19. ഇപ്പൊ നമ്മള് കോട്ടയത്തിരിക്കാണ്. സോ ഇനി ഇവിടുന്ന് നമ്മള് ശബരിമല പോവും. മൂവാറ്റുപുഴ കഴിഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ പാല എത്താറായിട്ടുണ്ട്. സോ ഗൈസ്, എത്ര ദൂരമുണ്ട് പാലക്ക്? തുറക്കട്ടെ ക്ലാസ് ഗൈസ്. സോറി, ഇവിടെ നല്ല കേട്ടോ. ആ പിന്നെ ഇനി എത്ര പാലക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ഇനി? ഓക്കെ, അപ്പൊ നമുക്കിനി പാലെത്തി കാണാം. ഗൈസ്, ഇതാണ് ചങ്ങനാശ്ശേരി പള്ളിയുടെ ഉള്ളിൽ പാലാപ്പള്ളി തിരുപ്പള്ളി നേരിട്ടാക്കുള്ളി ആളാണ് എന്നുള്ള പോലെ ഉണ്ടോ പാലാപ്പള്ളി. ഈ ഭാഗത്ത് വൈകുന്നേരം ഒത്തിരി ആൾക്കാർ കഴിയാനായിട്ടോ ഗൈസ്. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. പിന്നെ ഗൈസ്, നമ്മള് ആലപ്പുഴ എത്തുന്നതിന് പിന്നെ കാണിക്കുന്നത് വെച്ചാൽ ആലപ്പുഴ എത്തുന്നതിന് കുറച്ച് കാര്യ സംഭവങ്ങൾ കാണിക്കണം എന്ന് തോന്നുന്നു. അപ്പൊ അത് കാണിക്കും കേട്ടോ. കാരണം ഇത്രയും ദൂരം ഗൈസ് നമ്മൾ പോവല്ലേ, എന്തൊക്കെ കാണാനുണ്ടാവും. സോ നമുക്ക് എത്ര കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് വർക്കല എത്താറായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഗൈസ്ക്കുണ്ടോ സൂപ്പറായി. നമ്മുടെ പ്ലാസ്റ്റർ ഒക്കെ ആയി, എന്താ പറയാ, ഒരു അടിയൊക്കെ കിട്ടി ഗൈസ്. ഇവിടെ കടന്നുറങ്ങാണ്. രാവിലെ എണീപ്പിക്കാനൊന്നുമില്ല ഗൈസ്, പാവം ഉറങ്ങിക്കോട്ടെ. എത്ര കിലോമീറ്റർ, കുറച്ച് ദൂരം കൂടി ഉള്ളൂ. ഇവിടെ ഒരണ്ണൻ്റെ ഇന്ന് റൂട്ട് കിട്ടി. ആള് പറഞ്ഞതേ വർക്കല ഈ റൂട്ട് പോയാലേ വർക്കലയുടെ സൈഡ്. ഓക്കെ, നമുക്കിനി ചിലപ്പോ സോ കൂടിപ്പോയൊരു അരമണിക്കൂർ കൂടി എടുക്കും. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യുന്നത് നമ്മുടെ റിസോർട്ടിലെ റൂമിലെത്തിയിട്ടാണ്. സോ ഞങ്ങൾ ഗൈസ് നോക്കും നിങ്ങൾക്ക് പറ്റിയ റിസോർട്ടാണോ എന്നൊക്കെ. അത് നോക്കിയിട്ട് ഗൈസ് നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ തരാം ഞങ്ങൾ. സോ നമുക്കിനി വർക്കല എത്തിക്കാണാം. ഏകദേശം വർക്കലയുടെ അടുത്തെത്തി. ഇപ്പോൾ കൊല്ലം സ്ഥലം എൻ്റെ ഓർമ്മയിലൊരു കൊട്ടാരക്കാരെ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. സോ ഗൈസ്, നേരത്തെ എന്തെങ്കിലുമൊക്കെ ഗൈസ് സൗണ്ടിന് ഇതുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് ജലദോഷമാണ്. എനിക്കുണ്ട്, എനിക്കുണ്ട്, നമ്മുടെ ഫാമിലിക്ക് ഫുള്ളുണ്ട് ഗൈസ്. സോ നമുക്കിനി വർക്കിലെത്തിയിട്ട് കാണാം. കല്യാണത്തിൻ്റെ അവിടെ റിസോർട്ടിലെത്തി. പത്തിരിയാണ്, നല്ല അസല് പത്തിരിയും ചിക്കൻ കറി. നമുക്ക് പിന്നെ ഫുഡ് കഴിച്ചിട്ട് കാണാം. സോ ഇതാണ് നമ്മുടെ റിസോർട്ട് ഓഷ്യൻ ബ്രീസ്. ഇത് നല്ല ഭംഗിയാണ്. ഇവിടുത്തെ എല്ലാ കോട്ടേജിലും ഓരോരോ ഫ്ലവറിൻ്റെ പേരാണ്. നമ്മൾ ഇപ്പോൾ കാണുന്നൊരു നൈറ്റാണ്. ഇനി രാവിലെ നമ്മളൊന്ന് കാണാം. സോ അവസാനിക്കാറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതല്ല ഗൈസ് നമ്മുടെ എന്താ പറയാ, ഇതല്ല ഗൈസ് നമ്മുടെ റിസോർട്ട്. നമ്മൾ വേറെ റിസോർട്ടിലാണ്. അപ്പൊ സോ ഇതിലല്ല താമസിക്കുന്നത്. ഓക്കെ, പുതിയ റിസോർട്ടിലെത്തി കാണാം. സോ ഗൈസ്, നമ്മളങ്ങനെ റിസോർട്ടിലെ റൂമിലേക്ക് എത്തി. സോ നമ്മുടെ ഡേ 1 ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഡേ 2 നാളെ കാണാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മളെ ഈ രണ്ട് റിസോർട്ടിൻ്റെയും എന്താ പറയുക കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതിൻ്റെ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആവശ്യമുള്ളവർക്ക് എടുക്കാം. അപ്പോൾ ഇത്രത്തെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡേ 2 കാണാം. ബൈ.